വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഉള്ളി, പിന്നെ ക്യാബേജ് ചെറിയ പീസ്, പിന്നെ ക്യാരറ്റ് 1. അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്ത് ഈ 3 മിക്സും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്യാബേജ് ഇല്ലെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം, പിന്നെ തക്കാളി എടുക്കാം, അങ്ങനെയെല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ ഇത് 3 എടുത്തത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മയോണൈസ് ചേർക്കുന്നത്, അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ അത് ഞാൻ വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചോപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് മേൽ കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ രണ്ടാമത്തെ ബ്രെഡ് മേൽ കുറച്ച് മയോണൈസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മയോണൈസ് സ്പ്രെഡ് ചെയ്ത ബ്രെഡ് കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ളൊന്നും കൂടെ ഇതുപോലെ എല്ലാം ചെയ്യുക. ഇനി ഈ ബ്രെഡ് ഇതുപോലെ ഒരു സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇഫ്താറിനല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ക്യാപ്സിക്കം എടുക്കാം, പിന്നെ തക്കാളി എടുക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.